ത്രിയേക ദൈവത്തിന് സ്തുതി. സ്ലീഹാ നോമ്പിന്റെ 10-ാം ദിവസമായ ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 2-ാം അധ്യായം 42 മുതൽ 47 വരെയുള്ള വാക്യങ്ങളാണ്. ആത്മനിറവ് പ്രാപിച്ച ആദിമസഭയുടെ മനോഹരമായ ജീവിത ശൈലിയെക്കുറിച്ചാണ് ഈ വേദഭാഗം ചർച്ച ചെയ്യുന്നത്. ദൈനംദിനമെന്ന വണ്ണം സഭയ്ക്ക് അംഗസംഖ്യയിൽ വർധനവുണ്ടായി. സഭ നിയോഗത്തിൽ വിശ്വസ്തത കാട്ടിയപ്പോൾ കർത്താവ് നല്ല ഫലങ്ങൾ നൽകി. സഭ ഒരു മനുഷ്യ കണ്ടുപിടുത്തമല്ല. പ്രവർത്തികൾ 2-ൽ സഭയുടെ ദൈവശാസ്ത്രപരമായ അടിത്തറ ദൃശ്യമായ രൂപം പ്രാപിക്കുന്നത് നാം കാണുന്നു. യേശു വാഗ്ദാനം ചെയ്ത ആത്മാവ് വ്യക്തികളെ ശക്തീകരിക്കാൻ മാത്രമല്ല, ക്രിസ്തുവിന്റെ ശരീരമായ ഒരു പുതിയ സമൂഹത്തെ രൂപപ്പെടുത്താനും ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ഭാഗം കേവലം ഒരു ചരിത്ര സംഗ്രഹമല്ല, സഭാപരമായ ബ്ലൂ പ്രിന്റ് ആണ്. വചനത്താൽ രൂപീകൃതമായ, പ്രാർത്ഥനയാൽ നിലനിർത്തപ്പെട്ട, പരസ്പര സ്നേഹത്താലും സാമ്പത്തിക നീതിയാലും അടയാളപ്പെടുത്തപ്പെട്ട ഒരു സമൂഹമായി സഭയെ അവതരിപ്പിക്കുന്നു. ഈ ഭാഗത്ത് നിന്നും 2 ചെറിയ ചിന്തകൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവവുമായുള്ള കൂട്ടായ്മയോടെയുള്ള ഭക്തി. ആദിമസഭ ആരാധിക്കുന്ന സഭയായിരുന്നു. സംഘാരാധനയിലൂടെയാണ് അവരുടെ കൂട്ടായ്മ പ്രകടമാക്കപ്പെട്ടത്. അവർ അപ്പം നുറുക്കുകയും പ്രാർത്ഥന കഴിക്കുകയും ചെയ്തിരുന്നു എന്ന് നാം വായിക്കുന്നു. എല്ലാവരും ഭയം നിറഞ്ഞവരായി തീർന്നുവെന്ന് 43-ാം വാക്യത്തിൽ വായിക്കുന്നത് സഭയിൽ നിറഞ്ഞു നിന്ന വിശുദ്ധമായ ദൈവഭയത്തെയാണ് സൂചിപ്പിച്ചത്. ആദിമസഭ സുവിശേഷം പങ്കുവെക്കുന്ന ഒരു മിഷണറി സമൂഹം തന്നെയായിരുന്നു. രക്ഷിക്കപ്പെടുന്നവരെ അനുദിനം കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയുടെ പുറത്തേക്ക് രക്ഷയുടെ ദൂത് സഭയിൽ നിന്നും എത്തിക്കൊണ്ടേയിരുന്നുവെന്നത് വാസ്തവമാണ്. അവരുടെ ആരാധനയും അവരുടെ സാക്ഷ്യവും ഒന്നായിരുന്നു. സഭാജീവിതം മുഴുവൻ തന്നെ സുവിശേഷം പങ്കുവെക്കുന്നതിന്റെ വേദിയായിരുന്നു. പ്രാർത്ഥന അത് സംഘടിതവും ആത്മാവിനാൽ നിറഞ്ഞതും ആയിരുന്നു. ആദിമസഭ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ആശ്രയിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ സംസ്കാരത്തിൽ പ്രാർത്ഥന പലപ്പോഴും ആഴം കുറഞ്ഞതോ അവഗണിക്കപ്പെടുന്നതോ ആയി മാറുന്നു. എന്നാൽ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെടുമ്പോൾ സഭയ്ക്ക്, നമുക്ക് ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെടുന്നു. പ്രാർത്ഥനയില്ലാത്ത വ്യക്തി, സഭ ദുർബലമല്ല, അത് ആത്മീയമായി ദൈവബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്നു. രണ്ടാമത്തെ ചിന്ത, സഭ ത്യാഗപരമായ സമൂഹം. ആദിമസഭ പഠിക്കുന്ന സഭയായിരുന്നു. സ്നേഹം പ്രാവർത്തികമാക്കുന്ന സഭയായിരുന്നു. അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങൾ കേട്ട് പഠിക്കുന്നതിന് സഭ ശ്രദ്ധാലുവായിരുന്നു. ദൈവവചനത്തിന് വിധേയപ്പെട്ട് ജീവിച്ചിരുന്നു. സഭയിൽ വലിയ കൂട്ടായ്മ അനുഭവമാണ് ഉണ്ടായിരുന്നത്. അവർ അവരുടെ ദൈവ അനുഭവങ്ങളെ പരസ്പരം പങ്കിട്ടിരുന്നു. ഈ കൂട്ടായ്മയുടെ മാനുഷിക ഭാവം ഭൗതിക വസ്തുക്കളുടെ പങ്കിടലിലൂടെയാണ് വ്യക്തമാക്കപ്പെട്ടത്. ആ പങ്കിടലിനെ വിശദീകരിക്കുന്നതിനാണ് കൊയിനോണിയ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചത്. കൊയിനോണിയ എന്നാൽ ക്രിസ്തുവിലുള്ള കൂട്ടായ്മ. ക്രിസ്തീയ കൂട്ടായ്മ കരുതലിൻ്റെതാണ്. കരുതൽ അർത്ഥപൂർണമാകണമെങ്കിൽ പങ്കിടലുണ്ടായേ മതിയാകൂ. സഭാമക്കളുടെ ഇടയിൽ ആർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കുന്നതിന് തക്കവണ്ണം അവരുടെ ഇടയിൽ പങ്കുവെക്കൽ ഉണ്ടായിരുന്നു. ഈ ഭാഗം ആദിമസഭയുടെ ഒരു ചരിത്രം മാത്രമല്ല, സഭയുടെ ദൈവശാസ്ത്രപരമായ ചിത്രമാണിത്. ഭക്തി, ഐക്യം, ദൗത്യം എന്നിവയാൽ അടയാളപ്പെടുത്തിയ, ആത്മാവിനാൽ രൂപപ്പെട്ട ഒരു സമൂഹം. മനുഷ്യ കൂട്ടായ്മയിൽ ദൈവകൃപയുടെ പ്രവർത്തനമാണ് നാം ഇവിടെ കാണുന്നത്. സഭയൊരു ക്ലബോ സൊസൈറ്റിയോ അല്ല. ഇത് പരിശുദ്ധാത്മാവിനാൽ ജീവിക്കപ്പെടുകയും സുവിശേഷത്തിന്റെ സത്യത്തിൽ അധിഷ്ഠിതമാവുകയും ചെയ്ത ക്രിസ്തുവിന്റെ ജീവനുള്ള ശരീരമാണ്. ദൈവശാസ്ത്രപരമായി സഭ വചനം, കൂദാശ, പ്രാർത്ഥന, കൂട്ടായ്മ എന്നിവയാൽ നിരന്തരം രൂപാന്തരപ്പെടേണ്ട ഇടമാണ്. ഇന്ന് സഭ അതിന്റെ സാക്ഷ്യവും ശക്തിയും വീണ്ടെടുക്കണമെങ്കിൽ അത് ഈ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങുക തന്നെ വേണം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ വചനത്തിൽ രൂപാന്തരപ്പെടുകയാണോ അതോ ലോകവുമായി പൊരുത്തപ്പെടുകയാണോ? പ്രാർത്ഥനാപൂർവമായ ആശ്രയത്വത്തിലാണോ അതോ സ്വയം പര്യാപ്തതയിലാണോ നാം ജീവിക്കുന്നത്? ഒരേ ആത്മാവിൽ പുതുക്കപ്പെടാനാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവരാജ്യ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഇടങ്ങളായി തീരുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. സത്യത്തിൽ സമർപ്പിതരായിരിക്കുക, ആരാധനയിൽ വേരൂന്നിയവരായിരിക്കുക, പ്രാർത്ഥനയിൽ ജീവിക്കുക, സഹകരണത്തിൽ ഉദാരമതികളായിരിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവേ,
അവിടുത്തെ വചനത്താൽ രൂപാന്തരപ്പെട്ട് അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിച്ച് ആത്മാവിൽ പുതുക്കപ്പെട്ട് ദൈവരാജ്യ മഹത്വത്തിനായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തർക്കും ഇടയാക്കണമേ. ആമേൻ.